ശ്രീ റെജി ലൂക്കോസ്, കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയ പ്രസംഗമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. എന്തിനിങ്ങനെ ഒരു പ്രസംഗം നടത്തി എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളല്ല, BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്നു. അത് കേസെടുത്തു, കേസിൻ്റെ ശിക്ഷാവിധിയും കഴിഞ്ഞു, ജീവപര്യന്തം ശിക്ഷയും വിധിച്ച ശേഷം ഇങ്ങനെ ഒരു പ്രസംഗം ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ള സംശയം സ്വാഭാവികമല്ലേ? അല്ല, അത് സ്വാഭാവികമല്ല ആ സംശയം. കാരണം ഇതിൻ്റെ നാൾവഴികളിലൂടെ സഞ്ചരിച്ചാൽ ഒരു പിഞ്ചു കുഞ്ഞിനെ, ഒരു 10 വയസ്സുള്ള കുഞ്ഞിനെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന കേസ് പുറത്തു വന്നപ്പോൾ മുതൽ ആ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തുടരവേ പോസ്കോ കേസിൽ ഈ പ്രതിയെ ചാർത്തിപ്പെട്ടില്ല എന്നുള്ള ആരോപണം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് മതവും ജാതിയും CPM വർഗീയത, അതായത് BJPക്ക് RSSനും വേണ്ടിയിട്ട് ഒത്തുകളിക്കുന്നുള്ള ആരോപണം ഉന്നയിച്ചത് ആരാ? ഇവിടുത്തെ SDPI, മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമാണ്. അത്യന്തഹീനമായ നടപടി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉത്തരമേഖല IG ആയിരുന്ന ശ്രീജിത്തിൻ്റെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയ ഒരു ഓഡിയോ സന്ദർശനം, ആ ഓഡിയോ ഇന്നും വൈറലാണ്. ആ ഓഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പോസ്കോ ചാർത്താൻ കണക്ട് ചെയ്യാനുള്ള തെളിവുകൾ കിട്ടുന്നില്ല, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ഞങ്ങൾ കുഞ്ഞിൻ്റെ അടുത്താണ് സാബിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ഇയാൾ ഒരു തെമ്മാടി എന്നുള്ള വാക്ക് ഉപയോഗിച്ച അധ്യാപനെ കുറിച്ച്, അയാളൊരു തെമ്മാടിയാണ്, അയാൾക്കൊരു സ്കൂൾ അധ്യാപകനുള്ള യോഗ്യത പോലുമില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ശ്രീജിത്ത് പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ലോക്കൽ പോലീസിനെ സംബന്ധിച്ചോളം പോസ്കോ ചാർത്തണമെങ്കിൽ അതിൽ പോസ്കോ ചാർത്തക്കത്തെ രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാകണം. അത് കിട്ടാത്തതുകൊണ്ടാണെന്നാണ് ഈ IG പറയുന്നത്. അതിൻ്റെ വസ്തുതയെക്കുറിച്ച് നമുക്കറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ അതിൽ തൃപ്തി വരാതെ കൊണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മയും അമ്മാവനും ഹൈക്കോടതിയെ സമീപിക്കുകയും അത് സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ക്രൈംബ്രാഞ്ചെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ആ പോസ്കോ കേസ് ചാർജ് ചെയ്തു. ഇന്ന് അയാൾ വരെ ഉള്ള ജീവപര്യന്തത്തിന് ജയിലിൽ കിടക്കുക. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചെന്താ? ഞാൻ ഈ കേസ് വിധിച്ച അന്നൊരു ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നതാണ്. അന്ന് മുതൽ ഈ കേസ് ചാർജ് ചെയ്തതിന് മുമ്പും അതിനുശേഷവും ഈ CPM BJP ആയിട്ട് ഒത്തുകളിച്ച് അയാൾ ഹിന്ദു ആയതുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള തികച്ച് ഹീനമായ ഒരു നരേഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അടുത്ത് ചിത്രീകരിക്കാനുള്ള ശ്രമം. ഹരീന്ദ്രന്റെ പ്രസംഗം അങ്ങനെയല്ല. ഹിന്ദു ആയതുകൊണ്ടാണ് അവിടെ മുസ്ലിം ലീഗ് അടക്കം പ്രക്ഷോഭം നടത്തിയെന്നാണ് പറയുന്നത്. പ്രതി ഹിന്ദു ആയതുകൊണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു CPM നേതാവൊന്നും പ്രതീക്ഷിക്കുന്നേയില്ല. അതിനുശേഷം ആരുടെ ഭാഗത്തു നിന്നാണ് അഭിനന്ദനങ്ങൾ പ്രവഹിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. അല്ല, RSSനും BJPക്കും വേണ്ടിയിട്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഈ കേസ് അട്ടിമറിച്ച് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നുള്ള രീതിയിലുള്ള വാദഗതികൾ ഈ കേസിന്റെ വിധി വന്നതിന് ശേഷം അന്ന് മുതൽ ഹീനമായിട്ട് മുസ്ലിം ലീഗിന്റെയും SDPയുടെയും അവിടുത്തെ കുറെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഹാൻഡിലൂടെയും മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ ഹരീന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇതുകൊണ്ടാണ് ഇതുപോലെ മോശമായ രീതിയിൽ പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് എങ്ങനെയാണ് ഒരു CPM ഒരു CPM നേതാവിൽ നിന്ന് ഹിന്ദു പ്രതിയും മുസ്ലിം ഇരയും എന്ന രൂപത്തിലൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുമോ? അങ്ങനെ ഒരു പ്രസംഗം അദ്ദേഹം അവിടെ നടത്തുകയാണ്. എന്നിട്ട് മദ്രസകളിലെ പ്രതികളെ പറ്റി പറയുന്നു, മദ്രസകളിലെ മദ്രസ അധ്യാപകർ പ്രതികളായിട്ടുള്ള കേസുകൾ പറയുന്നു. അതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എവിടെയാണ്? അസ്ഥാനത്ത് പ്രയോഗിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രസംഗം CPM നേതാവെന്നല്ല, സാധാരണഗതിയിൽ BJP RSS നേതാക്കൾ നടത്തുന്ന പ്രസംഗമാണ്. അതേ ശൈലിയിലാണ് ഹരീന്ദ്രന്റെ പ്രസംഗം ഉണ്ടായത്. അതങ്ങ് എത്ര പറഞ്ഞാലും അത് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന്, ഈ പാലത്തായി അന്വേഷണം പലപ്പോഴായി ഇഴഞ്ഞു നീങ്ങുകയും ഈ പ്രതിയിലേക്ക് എത്തുന്ന വൈകുകയൊക്കെ ചെയ്ത് അക്കാലത്ത് വലിയ ചർച്ചയായതാണ്. അതെങ്ങനെയാണ് മറക്കാൻ പറ്റുക? നോക്കൂ, അവർ ഹീനമായിട്ട് ആക്രമിച്ച ആരെയാ? ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറെയാ. ശൈലജ ടീച്ചർ ഈ 2 കൗൺസിലേഴ്സിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് കൊടുത്തെന്നും ശൈലജ ടീച്ചർ ഈ പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി അതിന്റെ പേരിൽ മാത്രം തന്റെ നിയോജകമണ്ഡലത്തിലെ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള അട്ടിമറിക്ക് കൂട്ടുനിന്നും ചർച്ചയിൽ പങ്കെടുത്ത് ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണെന്ന് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിനു മുമ്പ് അവർ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ സെക്രട്ടേറിയറ്റ് അതല്ല അതിന്റെ സത്യാവസ്ഥ, ഇവർ കാണുന്ന വർഗീയതയല്ല, അത് അയാൾ ഹിന്ദു ആയതുകൊണ്ടായിരിക്കാണ് അവരിങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ത് വർഗീയതയുള്ളേ? അല്ലെങ്കിൽ ഇവരങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നത് തെറ്റാ. അത് വർഗീയതയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. അതല്ല, ഐ റിപ്പീറ്റ് യു. അല്ല സ്മൃതി, അവർക്കൊക്കെ ഇഷ്ടം പോലെ സമയം കൊടുത്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ, വർഗീയതയുടെ 7 അയലൊക്കത്തിൽ സഞ്ചരിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇതിൽ വർഗീയത കണ്ട്
BJPയുടെ RSSന്റെയും കുഴലൂത്തുകാരാണെന്നും അവരെ പിന്തുണയ്ക്കുന്നതാണെന്നും ഒരു പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലും വർഗീയത CPM മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്നുള്ള വിശദീകരണം കൊടുത്ത ഒരു CPM നേതാവ് ശരിക്കും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയല്ല കാണിച്ചത്. അതല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഠിനമായ തെറ്റാ, ഒരു തർക്കമില്ല കാര്യത്തിൽ. ശൈലജ വിധി വന്ന ശേഷം നടത്തിയ പ്രതികരണം എന്താണ്? ആ ശൈലജ ടീച്ചർ എനിക്ക് അയച്ചു തന്നെ എൻ്റെ ഉണ്ട്, ഞാനത് കണ്ടിട്ടാ ചർച്ചയ്ക്ക് പോയത്. അവർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മന്ത്രിയാണ്, കൗൺസിലേഴ്സിന്റെ പേരൊന്നും ഒരു മന്ത്രിയുടെ ടേബിളിൽ വരത്തില്ല, 100 കണക്കിന് കൗൺസിലേഴ്സ് ഉണ്ട്, അവരുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശം ഉണ്ടെങ്കിൽ അത് അവരെ പിരിച്ചുവിടണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. അവരുടെ നടപടി സ്വീകരിക്കണം. നിങ്ങളോട് വേറൊരു കാര്യം പറയാം, ഇവിടെ മുസ്ലിം ലീഗിന്റെയും തെറ്റുപറ്റി എന്നുള്ളത് മന്ത്രിക്ക് അറിയാൻ പറ്റിയില്ല എന്നാണോ? അന്ന് മന്ത്രിയായിരിക്കുമ്പോൾ തെറ്റുപറ്റി എന്നുള്ളത് അറിഞ്ഞില്ല എന്നാണോ? അങ്ങനെയാണോ പറയുന്നത്? കൗൺസിലേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി എന്നുള്ളത് മന്ത്രിക്ക് അന്ന് മനസ്സിലാക്കി? പറഞ്ഞോളൂ. അല്ലെന്നേ അത് സ്മൃതി അത് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ അതിന്റെ കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ്. ടീച്ചർ 2021 വരെയാണ് മന്ത്രിയായിരുന്നത്. ടീച്ചർ ഈ വിഷയം ഉണ്ടായ അന്നു മുതൽ ആ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തുകയും നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ആ കുടുംബം, ആ അമ്മയ്ക്കും അമ്മാവനും, കേസെടുത്ത അമ്മാവനും ഒരു പരാതിയിൽ ടീച്ചറെ ഈ വിധി വന്ന ദിവസവും ശിക്ഷ പ്രഖ്യാപിച്ച ദിവസവും ടീച്ചറെ വിളിച്ച് അവർ നന്ദി പറഞ്ഞു. അതിന്റെ ഓഡിയൊക്കെ പുറത്തു വന്നു. ടീച്ചർ അന്ന് അവർക്കൊരു പരാതിയില്ല. ഈ വർഗീയ വിഷം ഒരു കുഞ്ഞിന്റെ ജാതിയുടെ നിറം ചാർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തെ വർഗീയപരമായി മാറ്റിയെടുത്ത് മുതലെടുക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗിന്റെ STPയുടെ പോലുള്ളവരുടെ പ്രവർത്തകരാണ് ഇതിനകത്ത് തെറ്റിയിരിക്കുന്നത്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നതാണോ മതേതര കേരളത്തിന്റെ? Debate with Smriti Parithikar.